ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് 1 പത്രോസ് 4-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 പത്രോസ് 4-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും ആത്മനിയന്ത്രണമുള്ളവരുമായിരിക്കും. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും. സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. ഒരുവർക്ക് കൂടാതെ തമ്മിൽ അതിർ സൽക്കാരം ആചരിക്കുവിൻ. ഓരോരുത്തര് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ. ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസംഗിക്കുന്നു എന്ന പോലെയും, ഒരുവൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം ക്രിസ്തുവിൻ മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളതാകുന്നു. ആമേൻ. നാം ഈ വായിച്ചായിരിക്കുന്ന വേദഭാഗത്തിലൂടെ കടന്നു ചെന്നിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന ചില വിഷയങ്ങളെ നമുക്കൊന്ന് പഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഇതിൻ്റെ ആരംഭവാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉത്പ്രാവണം നടന്ന ദിവസം മുതൽ സഭയുടെ പ്രത്യാശാ വിഷയമാണ് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ളത്. അന്നു മുതൽ സഭ ഇങ്ങനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണത്. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനെ എഴുതുമ്പോൾ 2:12 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനും തീത്തോസിനും മറ്റിതര ഭാഗങ്ങളിലൊക്കെ തെസ്സലോനിക്ക ലേഖനങ്ങളൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വിഷയമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ പത്രോസ് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഈ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അടുത്തുകൊണ്ടിരിക്കുക, വളരെ അടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എന്താണ് ഈ എല്ലാത്തിൻ്റെയും അവസാനം എന്ന് പറയുന്നത്? പല പല അഭിപ്രായങ്ങളാണ് എല്ലാത്തിൻ്റെയും അവസാനം എന്ന വാക്കിനെ പറ്റി ഉപയോഗിച്ചിരിക്കുന്നത്. ചില പറയുന്നുണ്ട്, ഇപ്പോൾ സഭ പീഡനത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്, അതുകൊണ്ട് ഈ പീഡനങ്ങളുടെ എല്ലാത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ദേവാലയം ഉണ്ടായിരുന്നു, യാഗങ്ങളുണ്ടായിരുന്നു, ലേവ്യ പൗരോഹിത്യമുണ്ട്, അതിനെല്ലാം സമാപ്തി കുറിക്കുവാൻ സമയമായിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അതുമാത്രമല്ല, ന്യായപ്രമാണ യുഗത്തിൻ്റെ തിരശ്ശീല വീഴുവാനായിട്ട് സമയമായിരിക്കുന്നു. പഴയ നിയമ ഉടമ്പടിയുടെ അന്ത്യം കുറിക്കുവാൻ സമയമായിരിക്കുന്നു. ഈ കാണുന്ന ആകാശവും ഭൂമിയും ഒക്കെ ഒഴിഞ്ഞു പോകാൻ സമയമായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളാണ് എല്ലാത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു എന്ന് പറയും. എന്നാൽ ബഹുഭൂരിപക്ഷം ചിന്തകന്മാരും പറയുന്നത് ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ പറ്റിയാണ് പറയുന്നു എന്നാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത്. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പെട്ടെന്നുള്ളായിരിക്കുന്ന വരവിനെയാണ് കാണിക്കുന്നത്. അഥവാ ഇത് മേഘപ്രത്യക്ഷതയാണ് കാണിക്കുന്നത് എന്ന് നമുക്കിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ മേഘപ്രത്യക്ഷത ഏത് സമയത്ത് നടക്കാവുന്ന ഒരു സംഭവമാണ്, ഒരു വിഷയമാണ്. അതുകൊണ്ട് സഭയ്ക്ക് നൽകിയിരിക്കപ്പെട്ടിരിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്, നയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ യാക്കോബ് 5:8 പറയുന്നുണ്ട്, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു എന്ന് യാക്കോബ് പറയുന്നു. ഇബ്രാഹിം ലേഖനം 10:25 വായിക്കുന്നത്, നാൾ സമീപിച്ചിരിക്കുന്നു
എന്നവിടെ പറയുന്നുണ്ട്. നാളും നാഴികയും അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ആ സമയം അതൊരു വലിയ സീക്രട്ടായിട്ട് ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിഷയമാണ്. റോമാലേഖനം 13:11 വായിക്കുന്നത്, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. 1 യോഹന്നാൻ 2:18 വായിക്കുന്നത്, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള വിഷയമാണ് നാം നാളിനോട് അന്ത്യസമയത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും അവർ ജീവിച്ചിരുന്ന നാളുകളിൽ തന്നെ, അവരുടെ സമയത്ത് തന്നെ യേശുക്രിസ്തു മടങ്ങി വരും എന്നവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം കർത്താവ് ഉൽപ്രാവണം പ്രാപിച്ച് പോകുമ്പോൾ ദൂതന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം അവിടെ പറയുന്നത്, പോയതുപോലെ തന്നെ അവന് മടങ്ങി വരും. അപ്പോൾ പോയതെന്ന് പറയുമ്പോൾ സകലരും കാണുകയാണ് കർത്താവ് മടങ്ങിപ്പോയത്, അതേമാതിരി തന്നെ കർത്താവ് മടങ്ങി വരും എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രത്യാശയാണ് അവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ കാലഘട്ടത്തിൽ തന്നെ അവർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ക്രിസ്തു മടങ്ങി വരും അതായിരിക്കും വലിയ പ്രത്യാശ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്, പിന്നെ നാം ഓരോരുത്തരും അവനെതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അവിടെ പ്രത്യേക അത് ഉപയോഗിച്ചിട്ടുണ്ട്, നാം എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നാം എന്ന് പറയുമ്പോൾ പൗലോസിനെ കൂടി ഉൾപ്പെടുത്തിയാണ് നാം എന്ന് പറയുന്നത്. അതേ പൗലോസ് തന്നെ 1 കൊരിന്ത്യർ 15:51 മുതൽ 53 വരെയുള്ള ഭാഗത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, നാം എല്ലാവരും എതിരുകൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലനാഥത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷര ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 3 പ്രാവശ്യം നാം എന്നായിരിക്കുന്ന പദം ഈ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് പൗലോസ് ഉൾപ്പെടെയുള്ളവർ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തു മടങ്ങി വരും എന്നുള്ളതായിരുന്നു. അപ്പോൾ അപ്പോസ്തലിക യുഗത്തിൽ തന്നെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വരും എന്ന് പ്രത്യാശയോടെ കാത്തിരുന്നവരാണ്. അതുകൊണ്ട് പത്രോസൻ പറയുന്നത് നാൾ സമീപിച്ചിരിക്കുന്നു, അത് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞത് നാളും നാഴികയും നിങ്ങൾക്ക് അറിവില്ലാത്തിരിക്കുന്നുണ്ട്, അത് സീക്രട്ടായിട്ട് ദൈവം സൂക്ഷിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുങ്ങി ഇരിപ്പിൻ, അത്രമാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം യേശുക്രിസ്തുവിൻ്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്, നാം പഠിച്ചിട്ടുള്ള വിഷയമാണ്. ഒന്ന് ഫോർ ദ ചർച്ച്, അഥവാ സഭയ്ക്ക് വേണ്ടി വരുന്നു, അതിനെ മേഘപ്രത്യക്ഷത എന്നാണ് പറയുന്നത്. സഭയെ ചേർക്കാൻ വേണ്ടി മധ്യകാശ കർത്താവ് വരും, അതിനെ മേഘപ്രത്യക്ഷത എന്ന് പറയും. രണ്ടാമത്തത് വിത്ത് ദ ചർച്ച്, സഭയുമായിട്ട് കർത്താവ് വരുന്നു, അതിനെ മഹത്വ പ്രത്യക്ഷത എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് സഭയ്ക്ക് വേണ്ടി അഥവാ സഭയെ ചേർക്കാൻ വേണ്ടി വരുന്നു, രണ്ടാമത് സഭയുമായിട്ട് ഭൂമിയോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് നാൾ സമീപിച്ചിരിക്കുന്നു പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയാണ് പത്രോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെപ്പറ്റി യോഹന്നാൻ അപ്പോസ്തലൻ 3:1-2 വാക്യങ്ങൾ പ്രകാരം പറയുന്നുണ്ട്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകുന്നതുകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയും. അപ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിനോട് സദൃശന്മാരായിത്തീരും, അഥവാ നാം രൂപാന്തരം പ്രാപിച്ച ശരീരത്തോടു കൂടി കർത്താവിനോട് കൂടി ആയിരിക്കുന്നു, അങ്ങനെ അവനോട് സദൃശന്മാരായിത്തീരും എന്ന് പറയും. ഇബ്രാഹിം 9:26 മുതൽ 28 ഭാഗങ്ങളെ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് അവസാനം വായിക്കുന്ന ഇപ്രകാരമാണ്, അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. എന്താണ് ഈ പാപം കൂടാതെ പ്രത്യക്ഷനാകും എന്ന് പറയുന്നത്?
ഇതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ആദ്യം വന്നത് കർത്താവായ യേശുക്രിസ്തു ആദ്യം ഭൂമിയിലോട്ട് വന്നത് പാപത്തെ ക്ഷമിക്കുവാനും പാപത്തെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയായിരുന്നു ക്രിസ്തു ഭൂമിയിൽ വന്നത്. പാപികളെ ഉച്ചരിക്കുവാനും പാപത്തെ ക്ഷമിച്ചു കൊടുക്കുവാനും പാപത്തിൽ നിന്ന് മനുഷ്യഹൃദയത്തെ വീണ്ടെടുക്കാനും വേണ്ടിയായിരുന്നു കർത്താവായ യേശുക്രിസ്തു ആദ്യം വന്നത്. എന്നാൽ രണ്ടാമത്തെ വരവെന്ന് പറയുമ്പോൾ പാപത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അല്ല വരുന്നത്, മറിച്ച് സഭയെ ചേർത്ത് കൊള്ളുവാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭൂമിയിലെ വരവെന്ന് പറയുമ്പോൾ പാപസംബന്ധമായിട്ട് പാപികളെ വീണ്ടെടുക്കുവാൻ വേണ്ടി പാപത്തിൻ്റെ ക്ഷമ നൽകുവാൻ വേണ്ടി കർത്താവ് വരുമ്പോൾ, രണ്ടാമത്തെ വരവെന്ന് പറയുമ്പോൾ ആ പാപത്തെ നീക്കുവാനോ പാപത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച രക്ഷപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് വരും. അതാണ് പാപം കൂടാതെ കർത്താവ് വരുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം. അവിടെ പാപത്തെ അല്ല കൈകാര്യം ചെയ്യുന്നത്, വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ട് കർത്താവ് പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ശാരീരികമായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുമ്പോൾ ഫോർസിൻ, പാപത്തിന് വേണ്ടി അതോ പാപത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പാപത്തെ ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ, രണ്ടാമത്തെ അവൻ്റെ വരവിൻ്റെ പ്രത്യേകത വിത്തൗട്ട് സിൻ, പാപം കൂടാതെ, അതായത് പാപത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അല്ല കർത്താവ് വരുന്നത്, വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് വരുന്നത്. ഇവിടെ പത്രോസ് പറയുമ്പോൾ കർത്താവ് സഭയെ ചേർത്തുള്ള വരുന്നത് കൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് പത്രോസ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാൾ സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും. ഇപ്പോൾ നാൾ സമീപിച്ചിരിക്കുന്നതുകൊണ്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും. എന്താണ് പ്രാർത്ഥനയ്ക്ക് സുബോധം എന്ന് പറയുമ്പോൾ? ഒരു ശുദ്ധമായിരിക്കുന്ന മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത തലങ്ങളിലോട്ട്, അവസ്ഥയിലോട്ട് നാം കടന്നു പോകാനായിട്ട് പാടില്ല. നമ്മുടെ ചിന്താമണ്ഡലത്തെ നാം നിയന്ത്രിച്ച് നിർത്തേണ്ട ആവശ്യമായിരിക്കുന്നു. എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയല്ല. നാം പലപ്പോഴും അങ്ങനെയാണ്, പല വിധേനയൊക്കെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ചിന്താമണ്ഡലങ്ങളെല്ലാം നിയന്ത്രിച്ച് പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയവും മനസ്സും ഒരുപോലെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളൊക്കെ ഇങ്ങനെ കറങ്ങിപ്പോകാറുണ്ട്, പടത്തായിട്ട് നമ്മൾ കറങ്ങിപ്പോകാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് യാതൊരു പ്രത്യേകതയുമില്ല, പ്രയോജനം ഉണ്ടാകുന്നില്ല. മറിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അല്പസമയം ഉള്ളെങ്കിൽ തന്നെയും നമ്മുടെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആവശ്യമായി. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ സുബോധമുള്ളവരായിരിക്കും. സുബോധമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ചെലവിടുമ്പോൾ സുബോധം ഉള്ളവരായിരിക്കും എന്ന് പറയുകയാണ്. നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും ഡിസ്റ്റർബായിപ്പോകും. ചിന്താദികളും ഒരു ദിവസത്തെ പല പല വിഷയങ്ങളെ കൂടിയാണല്ലോ നാം കടന്നു പോകുന്നത്. അതെല്ലാം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു വരുന്നെങ്കിൽ പ്രാർത്ഥനയും ചെറിപ്പോവും. അപ്പോൾ ചിന്താദികളെല്ലാം നമുക്ക് ഒന്ന് രൂപപ്പെടുത്തിയെടുക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഒരു ദിവസത്തെ എല്ലാ വിഷയങ്ങളെയും ദൈവസ്ഥനിൽ കടന്നു വരുമ്പോൾ ഓരോന്നിനെയും ഇങ്ങനെ സോർട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞിട്ട് ഹൃദയവും മനസ്സും ഒരു കേന്ദ്ര ബിന്ദുവിലോട്ട് കൊണ്ടുപോയ ശേഷം പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹൃദയവും നമ്മുടെ പ്രാർത്ഥനയും ഒരുപോലെ ചേർന്ന് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷേ ചിന്തകൾ ദൂരത്തായിരിക്കും. പത്രോസിലൂടെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ അങ്ങനെയല്ല ആവശ്യം ചെയ്യേണ്ടത്, മറിച്ച് സുബോധത്തോടുകൂടി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ പ്രത്യേകത, പ്രാർത്ഥനയിൽ നിങ്ങൾ നിർമ്മതരായിരിക്കും. അവിടുത്തെ ട്രാൻസ്ലേഷൻ എന്താണ് പറയുന്നത്? നിങ്ങൾ ആത്മനിയന്ത്രണം ഉള്ളവരായിരിക്കും. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും രക്ഷപ്പെടുവാനുള്ളവർക്കൊരു മാർഗമല്ല. അനേക പ്രിയപ്പെട്ടവരും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുവാനുള്ള മാർഗമായിട്ട് പ്രാർത്ഥന ഉപയോഗിക്കാറുണ്ട്.
ഒരിക്കലും അങ്ങനെയുള്ളതല്ല. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെടുക. നമുക്ക് പല തലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണല്ലോ. നമ്മുടെ ഉന്നതമായിരിക്കുന്ന ഒരു ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് അവിടെ ഉള്ളവരുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും നാം ബന്ധപ്പെടുക? നാം ഒരു കമ്പനി ജോലി ചെയ്യുന്നെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നെങ്കിൽ നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ ഇരിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരിക്കും, ലീഡർ ഉണ്ടായിരിക്കും. ആ ലീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ സാധാരണപ്പെട്ടവരോട്, കൂട്ടുകാരോട് ബന്ധപ്പെടുന്ന പോലെയല്ല, അതിൻ്റെ ആയിരിക്കുന്ന ഭവ്യതയോടും താഴ്മയോടും വിനയത്തോടും അത് ഒരു ബഹുമാനത്തോടു കൂടി ആയിരിക്കും നാം ഹെഡ് ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെടുന്നത്. അത് ഒരു കമാൻഡറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ ആയിരിക്കുന്ന വിനയത്തോടു കൂടി. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ നിർമ്മതരായിരിപ്പിൻ എന്ന് പത്രോസ് ഓർപ്പിക്കുമ്പോൾ ആ ഗൗരവത്തോടുകൂടി നാം ദൈവത്തോട് അടുത്ത് വരണം. അങ്ങനെ ഗൗരവത്തോടെ അടുത്ത് വരുമ്പോൾ മൂല്യം കൊടുത്തുകൊണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അത് ശക്തിയുള്ളതായിത്തീരും. പ്രാർത്ഥന കഴിയുമ്പോൾ നാം കരുത്തുള്ളവരായിത്തീരുന്നു, ശക്തിയുള്ളവരായിത്തീരുന്നു, നമ്മൾ ഊർജ്ജസ്വലമുള്ളവരായിത്തീരുന്നു എന്നാണ് പത്രോസ് അർത്ഥമാക്കുന്നത്. അതായത് മുമ്പിലത്തേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലത നമ്മൾക്ക് ഉണ്ടാകും എന്ന് പറയും. കർത്താവ് ഇപ്രകാരം പറയുണ്ടായി. മർക്കോസിൻ്റെ സുവിശേഷം 13:33 വായിക്കുന്നു, നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പിൻ. അപ്പോൾ പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോകാതെ ഉണർന്നും എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ആ പശ്ചാത്തലം നമുക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ സന്ദർഭം എന്താണ്? വിശ്വാസ സമൂഹം പലതുമായിരിക്കുന്ന കഷ്ടങ്ങൾ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാനസികമായി തകർന്നിരിക്കുകയാണ്, ശാരീരികമായിട്ട് തളർന്നിരിക്കുകയാണ്, വലിയ പ്രതിസന്ധി കൂടി കടന്നു പോവുകയാണ്. നിന്ദയും അവമാനവും ഉപദ്രവവും കഷ്ടതയും സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴും പത്രോസ് ഓർപ്പിക്കുന്നത്, ഇതൊന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ വളർത്തിക്കളയരുത്, പരാജയപ്പെട്ടു പോകരുത്, പിന്മാറിപ്പോകരുത്, ശക്തിയോടെ മുന്നേറണം, പ്രാർത്ഥനയിൽ ബലം പ്രാപിക്കണം, ഊർജ്ജസ്വലത പ്രാപിക്കണമെന്നാണ് പത്രോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നാം ലഭിക്കുന്നത്? നാൾ സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് പ്രാർത്ഥിപ്പെന്ന് പറയുമ്പോൾ അങ്ങനെ ഈ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാൾ സമീപിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലത ഉള്ളവരായിത്തീരുന്നു. മുമ്പിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കർത്താവ് പറയുണ്ടായി എന്താണ്? ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മൾ കർത്താവ് പറഞ്ഞിട്ട് പോയത് അങ്ങനെ, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ അതുകൊണ്ട് സഭ എന്ത് ചെയ്യുന്നു? വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെ ഉറ്റ് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതിനിടയിലായിട്ട് വന്ന് നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബായി പോകാൻ പാടില്ല. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ യാത്ര അയക്കാനും അല്ലെങ്കിൽ യാത്ര പോകാനും ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോകാറുണ്ട്. അവിടെ ചെന്ന് അല്പസമയം കഴിയുമ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാകും, ഇന്ന നമ്പർ ട്രെയിൻ ഇന്ന സമയത്ത് അഥവാ അല്പസമയത്തിനകം ഇത്രാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതായിരിക്കും ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടിരിക്കുന്ന ആ ട്രെയിനെ പറ്റിയാണ് പറഞ്ഞത്, ഇത്രാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനകം എത്തിച്ചേരും. ഉടനെ നാം പെട്ടെന്ന് റെഡിയായി ട്രെയിൻ വരുന്നോ എന്ന് നോക്കി നിൽക്കും. അതുവരെ ആ നോട്ടമില്ലായിരുന്നു. അനൗൺസ്മെൻറ്റ് കഴിയുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? ആ ട്രെയിൻ വരുന്നോ എന്ന് നോക്കിയിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ സംഭാഷണമെല്ലാം നിർത്തിയിരിക്കുന്നു, മറ്റ് ചിന്തകളെല്ലാം മാറി ട്രെയിൻ വന്ന് അത് കയറുവാൻ വേണ്ടിയാണ് അടുത്ത നമ്മുടെ ചിന്ത. ഇതുതന്നെയാണ് പത്രോസ് ഓർപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ. അതായത് അവൻ വരവ് അടുത്തിരിക്കുന്നു, അവൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം പതറിപ്പോകാതെ ഹൃദയവും മനസ്സും ഏകാഗ്രമായി ക്രിസ്തു വരുന്നു, അവൻ്റെ വരവിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിപ്പിൻ എന്ന് ഓർക്കുകയാണ്. അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ
ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പരസ്പരം ഉള്ളായിരിക്കുന്ന വിശ്വാസികളുടെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലോട്ട് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ പറയുന്ന ഉറ്റ സ്നേഹത്തിന് ഫെർവൻ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു വലിച്ചു നീട്ടിയ അവസ്ഥ. ഒരു ഇലാസ്റ്റിക്കൊക്കെ നമ്മൾ കൈ കിട്ടുമ്പോൾ വലിച്ച് നീട്ടാറുണ്ട്. എന്നേമാതിരി നിങ്ങളുടെ സ്നേഹവും ഇങ്ങനെ വ്യാപിക്കുവാനായിട്ടിടയാട്ടെ, പരക്കുവാനായിടയായിത്തീരട്ടെ. പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു, സ്നേഹവും ആവശ്യമായിരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദത്തിൻ്റെ ആ പദം മറ്റ് ചില പുസ്തകങ്ങളിലും ഒക്കെ ചിന്തകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, ആശയങ്ങളിൽ എടുത്തിരിക്കുന്നത്, അതായത് ഒരു കുതിര അതിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി പൂർണ്ണ വേഗത്തിൽ കുതിച്ച് ചാടുന്നതിനെയാണ് ആ ഒരു പ്രത്യേക പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്നേഹം ഫെർവൻ്റായിരിക്കട്ടെ, അതായത് വലിച്ചു നീട്ടുന്ന മാതിരി നിങ്ങളുടെ സ്നേഹം അത്രമാത്രം പോകട്ടെ എന്നാണ്. ഒരു ആരോഗ്യമുള്ള കുതിര എങ്ങനെ ചാടി കയറുന്നോ അതേമാതിരി നമ്മുടെ സ്നേഹവും പോകട്ടെ എന്നാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കായിക അഭ്യാസികൾ, ഗുസ്തി മത്സരക്കാരൊക്കെ അവരുടെ മസിലൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന മാതിരി അതേപോലെ തന്നെ ശക്തിയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങളുടെ സ്നേഹവും ഒരുപോലെ മറ്റുള്ളവർക്ക് വ്യാപിക്കട്ടെ എന്നിവിടെ ഓർപ്പിക്കുകയാണ്. എന്നിട്ട് പത്രോസ് പറയുകയാണ്, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സദൃശവാക്യം 10:12 വായിക്കുന്നത്, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു എന്ന് പറയുന്നു. ഈ 2 വാക്യങ്ങളോട് നമ്മളൊന്ന് ചേർത്തൊന്ന് സമന്വയിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട്. എന്താണ് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ആര് മറയ്ക്കുന്നു എന്നാണ്? ദൈവം മറയ്ക്കുകയാണോ അതോ മനുഷ്യൻ മറയ്ക്കുകയാണോ? സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ആരാണ് മറയ്ക്കുന്നത്? ദൈവമാണോ മറയ്ക്കുന്നത് അതോ മനുഷ്യനാണോ മറയ്ക്കുന്നത്? നമുക്കത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവം ഒരിക്കലും പാപത്തെ കണ്ണടച്ച് കളയത്തില്ല. ദൈവം വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് പാപത്തെ ദൈവം കൈകാര്യം ചെയ്തിരിക്കും. ഇനിയും പാപത്തെ ദൈവം കണ്ണടയ്ക്കുന്നുവെങ്കിൽ ദൈവം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവം വിശുദ്ധനായിരിക്കുന്ന ദൈവം പാപത്തെ പ്രോത്സാഹിപ്പിക്കുമോ? ഒരിക്കലും ചെയ്യുകയില്ല. അപ്പോൾ ദൈവം പാപത്തെ മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? വേറൊരു ഭാഗത്ത് റോമാലേഖനത്തിൽ വായിക്കുന്ന എന്താണ്? പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു പറയുമ്പോൾ ദൈവത്തിന് എങ്ങനെയാണ് അത് ചെയ്യുവാൻ സാധിക്കുന്നത്? അപ്പോൾ ദൈവം പാവങ്ങളെ, വിശുദ്ധന്മാരുടെ ആയാലും അശുദ്ധന്മാരുടെ ആയാലും പാവങ്ങളെ മൂടി വയ്ക്കുന്നു, മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. റോമാലേഖനം 5:8 വായിക്കുന്നത് പ്രകാരമാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കും. അപ്പോൾ എപ്പോഴാണ് ക്രിസ്തു നമ്മെ സ്നേഹിച്ചത്? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, അവൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചു. പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു മനുഷ്യന് വേണ്ടി മനുഷ്യനെ സ്നേഹിച്ചു. അപ്പോൾ പാപികളായതുകൊണ്ട് പാപം ക്ഷമിച്ചപ്പോൾ ദൈവത്തിൻ്റെ മിത്രങ്ങളായിത്തീർന്നു. ദൈവം പാപം ക്ഷമിച്ചു വന്നപ്പോൾ നമ്മുടെ അവസ്ഥ മാറി ദൈവത്തിൻ്റെ മിത്രങ്ങളായിത്തീർന്നു. അപ്പം മിത്രങ്ങളായിട്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ടും നമുക്ക് പരാജയം സംഭവിക്കാറുണ്ട്. അപ്പോഴും ദൈവം ക്ഷമിക്കുന്നു. പാപികളായിരുന്നപ്പോൾ
ദൈവം ക്ഷമിക്കുന്നു. വിശുദ്ധന്മാരായി തീർന്ന ശേഷവും ചെയ്യുന്ന പാപത്തിന് ദൈവം ക്ഷമിക്കും. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത്, പാപികളായിരുന്നപ്പോഴും കർത്താവ് നമ്മെ സ്നേഹിച്ചു, വിശുദ്ധന്മാരായ ശേഷവും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? എന്താണ് പത്രോസ് ഉദ്ദേശിക്കുന്നത്? ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, സ്നേഹമില്ലാത്തവരെയും സ്നേഹിക്കാൻ കൊള്ളാത്തവരെയും സ്നേഹിക്കുക. അങ്ങനെ ആൾക്കാരെ നമുക്ക് കാണാറുണ്ട്. മറ്റുള്ളവരോട് യാതൊരു സ്നേഹവുമില്ല, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഉള്ളിൽ ഒട്ടും സ്നേഹം ആരോടും ഇല്ലാത്തവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തവരെയും എന്ത് ചെയ്യണം? നാം അവരെ സ്നേഹിക്കാം. അതുമാത്രമല്ല, സ്നേഹം തിരിച്ചു തരാൻ പറ്റാത്തവരെയും സ്നേഹിക്കും. ചില ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, സ്നേഹത്തിൻ്റെ പ്രദർശനമായിട്ട് സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവർക്ക് തിരിച്ച് നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് അവരെ സ്നേഹിക്കാം. നമുക്ക് ഈ ലോക ജീവിതത്തിൽ അനേക ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ കാണാറുണ്ട്. ചില ആൾക്കാർക്ക് ചിലരോട് ഒട്ടും ഇഷ്ടമില്ല, അവരോട് സഹകരിക്കാറില്ല, അവരോട് പല നിലകളിലാണ് അവർ പെരുമാറുന്നത്. ഉള്ളിലിങ്ങനെ ഭയങ്കരമായിരിക്കുന്ന കോപവും ക്രോധവും അകൽച്ചയുമായിട്ട് നടക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചില ഘട്ടങ്ങളിൽ നമുക്ക് മറ്റുള്ളവരോട് സഹകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അകന്നു നിൽക്കുന്നത് ശരിയാണെങ്കിലും അവരോടൊരിക്കലും വൈരാഗ്യ ബുദ്ധിയോടുകൂടി നമുക്ക് പെരുമാറാൻ പറ്റുകയില്ല. ഒരു വൈരാഗ്യം ഉള്ളിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം നാം ദൈവമക്കളാണ്. ഒരുപക്ഷെങ്കിൽ തുല്യ അകലം പാലിക്കേണ്ടതായിട്ട് വന്നേക്കാം. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് ബാധിക്കുമെങ്കിൽ നല്ലൊരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട്, നല്ലൊരു പ്രാർത്ഥനാ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട്, ആത്മാവിനുള്ളായിരിക്കുന്ന ആ ഒരു നിയന്ത്രണത്തിന് കീഴിൽ വരുവാൻ ബുദ്ധിമുട്ടായിരിക്കുന്നതുകൊണ്ട് ചില ആൾക്കാരോടൊക്കെ നമ്മൾ അകലം പാലിക്കേണ്ടി വരും. എന്നാൽ അങ്ങനെയുള്ളവരോട് ഒരിക്കലും വൈരാഗ്യ ബുദ്ധിയോടുകൂടി നമുക്ക് പെരുമാറാനായിട്ട് വ്യവസ്ഥയില്ല. 9-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അടുത്ത ഒരു ഭാഗം പറയാണ്, നിങ്ങൾ പിറുവിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കും. അടുത്തൊരു വിഷയം വിശ്വാസികളോട് പറയാണ്, പിറുവിറുപ്പ് കൂടാതെ നിങ്ങൾ എന്തുള്ളവരായിരിക്കണം? അതിഥി സൽക്കാരം ആചരിക്കും. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് യഹൂദന്മാർ അപരിചിതരോട് എപ്പോഴും ആതിഥ്യ മര്യാദ കാണിക്കേണ്ടവരായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവും പഠിപ്പിച്ചിട്ട് ഇതുതന്നെയാണ്. മറ്റുള്ളവരോട് ഒരു ആതിഥ്യ മര്യാദ പുലർത്തേണ്ടത് ആവശ്യമാണ്. ഇബ്രാഹിം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇപ്രകാരമാണ് 13:2 അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അവിടെയും ഇബ്രാഹിം കർത്താവ് പറയുന്നത് അതിഥി സൽക്കാരം ഒരിക്കലും മറക്കരുത്. ഇത് ഇബ്രാഹിം കർത്താവ് പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിനെ പറ്റിയാണ്. അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു ദിവസം 3 ദൂതന്മാർ സന്ദർശിക്കും. പെട്ടെന്ന് അബ്രഹാം അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുകയാണ്. എന്നിട്ട് അബ്രഹാം പറയുന്നുണ്ട്, ഒരാളെ നിലം വരെ കുനിഞ്ഞിട്ട് വിളിക്കുന്ന എപ്രകാരമാണ്? യജമാനനെ എന്നാണ് വിളിക്കുന്നത്. യജമാനന്മാരെ എന്ന് വിളിച്ചിട്ടില്ല, യജമാനനെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വേദചിന്തകന്മാർ പറയുന്നത് 3 പുരുഷന്മാർ സന്ദർശിക്കുന്നു, ഒരാളെ മാത്രം അബ്രഹാം കുനിഞ്ഞ് നമസ്കരിച്ചുള്ളൂ, വിളിച്ചത് യജമാനെ എന്നാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൂർവികമായിട്ടുള്ള വെളിപ്പെടുത്തലായിരുന്നു എന്ന് ചില ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും സമർത്ഥിക്കുക. അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവായിരുന്നു. നമ്മുടെ വീടുകളിൽ ദൂതന്മാർ വന്നില്ലെങ്കിലും കർത്താവിൻ്റെ ദാസന്മാരും സഹോദരന്മാരൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മൾ വിശ്വാസികളായി ജയിക്കുമ്പോൾ അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ ഒക്കെ കടന്നു വരും. അവരാരായിരുന്നാലും
ഏത് സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നാലും അവർ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്, അവർ ദൈവനാമത്തിലാണ് വരുന്നത്. നാം അവരെ സ്നേഹിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. നാം മറ്റുള്ളവരോട് ഏതെല്ലാം നിലകളിൽ സഹകരിക്കുന്നുവോ, സ്നേഹിക്കുന്നുവോ, സൽക്കരിക്കുന്നുവോ, ഇതൊക്കെ അവർക്ക് വേണ്ടിയല്ല നാം ചെയ്യുന്നത്, മറ്റാർക്ക് വേണ്ടിയാണ്? നാം കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്താലും നാം കർത്താവിന് വേണ്ടിയാണ് എന്ന് നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 10:41, 42, 43 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം കർത്താവ് പറയുകയാണ്, പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കും. എന്നിട്ട് പറയുകയാണ്, ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. കർത്താവിൻ്റെ നാമത്തിൽ ഉള്ളാസ് വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ അതിന് വരെയും പ്രതിഫലം. ഇപ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പ്രതിഫലം ഉണ്ടെങ്കിൽ അത് ചൂടാക്കി അല്പം തേയിലയും അല്പം പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ പ്രതിഫലം എത്രയായിരിക്കും? അപ്പം നാം കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അത് കൊടുക്കുമ്പോൾ പൂർണ്ണ സന്തോഷത്തോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി നാം ചെയ്യുന്നുവെങ്കിൽ ഈ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലം കിട്ടാതെ ഇരിക്കത്തില്ല എന്നുള്ളത് ദൈവമക്കൾ ഓർത്തിരിക്കണം. ലൂക്കോസ് സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ 14:12-14 വാക്യത്തിൽ കടന്നു വരുമ്പോൾ, നിങ്ങൾ സ്നേഹിതന്മാരെ സഹായിക്കുകയും സൽക്കരിക്കുകയും സഹോദരന്മാർക്ക് കൊടുക്കുകയും ചാർച്ചക്കാർക്ക് കൊടുക്കുകയും സമ്പത്തുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് പറയും. അവർ തിരിച്ച് നിനക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ തിരിച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് കൊടുത്തിട്ട് എന്ത് പ്രയോജനം? അപ്പോൾ അവർക്ക് കൊടുക്കണ്ട എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ചെയ്യേണ്ടത് ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തന്മാർ, കുരുടന്മാർ അവർക്ക് കൊടുത്താൽ നീ ഭാഗ്യവാനായിത്തീരും. കാരണം അവർക്ക് തിരിച്ചു തരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഉള്ളവനെ കൊടുക്കണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം? ഇവർക്ക്, അതായത് സ്നേഹിതന്മാർക്കും സഹോദരന്മാർക്കും ചാർച്ചക്കാർക്കും സമ്പത്തുള്ളവർക്കും കൊടുക്കണ്ട എന്നുകൊണ്ടാണ് അർത്ഥം. അങ്ങനെയല്ല, ആർക്ക് കൊടുത്താലും, അത് ഉള്ളവനായാലും ഇല്ലാത്തവരായാലും ആർക്ക് കൊടുത്താലും എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കർത്താവിൻ്റെ നാമത്തിൽ വേണം അത് കൊടുക്കുവാനായിട്ട്, ദൈവസ്നേഹത്തിൽ വേണം അത് കൊടുക്കുവാനായിട്ട്. ഒരു കാരണവശാലും ഒരു പിറുവിറുപ്പോടു കൂടി ചെയ്യുവാൻ പാടില്ല. ഇവിടെ പത്രോസ് അതിനെയാണ്, പിറുവിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. അപ്പോൾ ആർക്ക് എന്ത് നാം കൊടുത്താലും അതിലുള്ള സ്വീകരിക്കുവാണെങ്കിൽ ഒരു പിറുവിറുപ്പ് കൂടാതെ വിശാലമായ ഹൃദയത്തോടുകൂടി താല്പര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി കൊടുക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു. ഇവിടെ നമ്മൾ ചരിത്രങ്ങൾ പഠിച്ചു വരുമ്പോൾ ആദിമസഭയിൽ നിരവധി സഞ്ചാര സുവിശേഷകന്മാരുണ്ടായിരുന്നു. അവരിങ്ങനെ സുവിശേഷമായി പോകുമ്പോൾ കൂടുതൽ പ്രാവശ്യവും അവർ ദൈവ മക്കളുടെ ഭവനങ്ങളിൽ ചെന്ന് പാർക്കാറുള്ളത്. സത്രങ്ങളുണ്ടായിരുന്നു, പക്ഷെ അവരവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ നടക്കുന്നത് തികച്ചും മ്ലേച്ഛമായിരിക്കുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഈ സഞ്ചാര സുവിശേഷകന്മാരായിരിക്കുന്നവർ പുതുനിയമ കാലയളവിൽ ഓരോ പട്ടണം തോറും കടന്നു ചെല്ലുമ്പോൾ അവിടെ വിശ്വാസികളുണ്ടോ എന്ന് തിരക്കിയിട്ട് അവരുടെ ഭവനങ്ങളിൽ പാർക്കുക സ്വാഭാവികമായിരുന്നു. അപ്പോൾ ഇവിടെ പത്രോസ് പറയുമ്പോൾ ഇങ്ങനെയുള്ളവർ കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരു പിറുവിറുപ്പും കൂടാതെ സന്മനസ്സോടുകൂടി ചെയ്യുവേൻ എന്ന് ഓർപ്പിക്കുകയാണ്. പത്രോസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പത്രോസ് ഒരിക്കൽ തോൽക്കലനായിരിക്കുന്ന ശീമോൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. പൗലോസ് അപ്പോസ്തലൻ സൈപ്രസുകാരനായിരിക്കുന്ന നാസോൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. അക്വിലാസും പ്രിസ്കിലയും എന്ത് ചെയ്യുന്നു? അവരുടെ ഭവനം വിശ്വാസികൾക്കായിട്ട് തുറന്നു കൊടുത്തു. ഫിലോമോൻ്റെ ഭവനം ആർക്ക് വേണ്ടി തുറന്നു കൊടുത്തു? ദൈവമക്കൾക്കായിട്ട് തുറന്നു കൊടുത്തു. അപ്പോൾ അപ്പോസ്തലിക കാലയളവിൽ ഇവരെല്ലാവരും അവരുടെ ഭവനങ്ങൾ ദൈവജനത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. ആ ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുതുനിയമത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് നാം കടന്നു ചെല്ലുമ്പോൾ അതിഥികളെ മാനിക്കണം എന്ന് പല ഭാഗത്ത് പറയുന്നുണ്ട്. റോമാലേഖനം 12:13 പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളെ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ എന്നവിടെ വായിക്കുന്നു. 1 തീമോഥെയോസ് 3:2, തീത്തോസ് 1:8,
എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മലനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കും. അവരുടെ യോഗ്യതകളിൽ ഒന്ന് പറയുന്നത് അവരും അതിഥികളെ സൽക്കരിക്കുന്നവരായിരിക്കും എന്ന് പറയുകയാണ്. 1 തീമോഥെയോസ് 5:10 വായിക്കുന്നത് വിധവന്മാരോട് ആതിഥ്യ മര്യാദ കാണിക്കണം എന്ന് പൗലോസ് പറയും. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പെറുവിറുപ്പ് കൂടാതെ ചെയ്യണം എന്ന് ഓർപ്പിക്കുക. കൊടുക്കുന്നതിനെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് സൽക്കാരവും സഹായവും ഒന്നിച്ചു പോകും. മറ്റുള്ളവരെ സൽക്കരിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും ചേർന്ന് പോകുന്ന അനുഭവങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ എന്താണ് സഹായിക്കുന്നതിനെപ്പറ്റി പറയുന്നത്? 2 കൊരിന്ത്യർ 9:7 വായിക്കുന്നത് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. അപ്പോൾ അവിടെ ഒരു പിറുവിറുപ്പ് കൂടാതെ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ ലഭിച്ച പ്രേരണ, ആ പ്രേരണയ്ക്കനുസരിച്ച് സന്തോഷത്തോടെ കൊടുക്കുകയും എന്നാണ് പൗലോസും പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ കുട്ടികളൊക്കെ വളർന്നു വരുന്ന പ്രായത്തിൽ നാം അവരുടെയിലൊക്കെ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് പറയും ആർക്കും കൊടുക്കില്ലെന്ന് പറയും, അല്ലേ? കളയല്ല, ആർക്കും കൊടുക്കൽ. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വളർന്നു വരുമ്പോഴേ കൊടുത്ത ചിന്താഗതി എന്താണ്? ആർക്കും ഒന്നും കൊടുക്കരുത്. അപ്പോൾ ഓരോ ദിവസവും വളരും തോറും ഇവരുടെ ചിന്താഗതി എന്താണ്? ഞാൻ ആർക്കും ഒന്നും കൊടുക്കരുത്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ നമ്മൾ കുത്തിവെക്കുന്ന ആർക്കും ഒന്നും കൊടുക്കരുത്. പിന്നീട് ഉപദേശിമാരൊക്കെ കിടന്ന് പഠിപ്പിക്കുക സഭയിൽ, കൊടുപ്പീൻ. എങ്ങനെയാണ് കൊടുക്കുന്നത്? കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറിയിരിക്കുന്നത് എന്താണ്? ആർക്കും ഒന്നും കൊടുക്കരുത്. അങ്ങനെയല്ല. നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ കൈവശം കൊടുത്ത് കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി കൊടുക്കുക. ഞാനിട സമയത്ത് 1-2 വർഷങ്ങൾ സഭാ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പല ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളിൽ കൂടിയാണ് അവരെ സഹായങ്ങൾ ചെയ്യുന്നത്. പ്രായമുള്ളവർ കുഞ്ഞുങ്ങളെ കൊടുക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കത് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കടന്നു വരയ്ക്കുന്ന ചിന്താഗതി ദൈവദാസന്മാർ വീട്ടിൽ വരുമ്പോൾ അവരെ കൊടുക്കണം എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ വീടുകളിൽ ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമ്മോട് ഇത് പറയും, പാസ്റ്റർ വന്നു, പാസ്റ്റർ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതായിരിക്കുന്ന ഒരു ചിന്താഗതി. അപ്പോൾ ഇവിടെ പത്രോസ് പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും പിറുവിറുപ്പ് കൂടാതെ മടി കൂടാതെ സന്തോഷത്തോടെ കൊടുപ്പീൻ എന്ന് പൗലോസും പത്രോസും ഇതുപോലെ പഠിപ്പിക്കുക. ഈ 10-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വിവിധങ്ങളായിരിക്കുന്ന വരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ നാം ഉപയോഗിക്കുവാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള വരങ്ങളുണ്ട്, കഴിവുകളുണ്ട്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വരങ്ങളുമുണ്ട്. ചില വരങ്ങളൊക്കെ കഴിവുകളൊക്കെ നമുക്ക് പേരൻസിൽ കൂടി കിട്ടിയതാണ്. ചിലർക്കൊക്കെ വരയ്ക്കുവാനും പാടുവാനും അങ്ങനെയുള്ള വിധമായിരിക്കുന്ന ടാലൻ്റുണ്ട്. അത് പേരൻസിനോട് കിട്ടിയ അത് നാച്ചുറൽ ടാലൻസാണ്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മക്കളായി തീർന്നതിൻ്റെ പേരിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വരങ്ങളുമുണ്ട്. ഇത് രണ്ടും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് പൂജിക്കുവാനോ മൂടി വെക്കാനുള്ളതല്ല. ഈ രണ്ടും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഉള്ളതാണ്. ഒന്ന് പേരൻസ് വഴി കിട്ടുന്ന കഴിവുകളും മറ്റൊന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന കഴിവുകളും. ഇത് രണ്ടും നാം ഉപയോഗിക്കുവാൻ കടപ്പെട്ടവരാണ്. ചില ആൾക്കാർ പൊതുരംഗത്ത് എപ്പോഴും ഉണ്ടായിരിക്കും, അവരുടെ ശുശ്രൂഷ എപ്പോഴും പൊതുരംഗങ്ങളിൽ കാണും. എന്നാൽ ചില ആൾക്കാർ മുമ്പിൽ കാണുകയില്ല, പക്ഷേ അവർ അണിയറയിൽ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുവാനായിട്ട് കടപ്പെട്ടവരാണ്. അവർ ചെയ്യാറുണ്ട്.
അപ്പോൾ എല്ലാവരിലും വ്യത്യസ്തമായിരിക്കുന്ന കൃപകളും വരങ്ങളും കഴിവുകളും ദൈവം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആവശ്യമായിരിക്കണം. ഇവിടെ പത്രോസ് പറയുന്നത് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായിട്ടുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹ വിചാരകന്മാരായി അതിനെ നിങ്ങൾ അന്യോന്യം ശുശ്രൂഷിപ്പീൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സകല വരങ്ങളുടെയും സകല കഴിവുകളുടെയും ഉറവിടം എവിടെയാണ്? ദൈവമാണ്. ദൈവത്തിൽ നിന്നാണ് ഈ കഴിവുകളെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു വരങ്ങളും നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതല്ല. സകല വരങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. സ്വയത്തിന് വേണ്ടി ഒന്നും ഉപയോഗിക്കാൻ നമുക്ക് അനുവാദമില്ല. മറിച്ച് അതെല്ലാം ദൈവം തന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം ഉപയോഗിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. ഒന്ന് വെറുതെ 12:4 മുതൽ 6 വരെയുള്ള ഭാഗത്ത് കടന്നു വരുമ്പോൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവൊന്ന്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീരപ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്, ദൈവം ഒരുവൻ. എല്ലാത്തിൻ്റെ ഉറവിടം കർത്താവാണ്. അതുകൊണ്ട് ആർക്കും പ്രശംസിപ്പാനോ പുകഴുവാനോ കഴിയത്തില്ല. എനിക്ക് കഴിവുണ്ട്, ഞാൻ പ്രാപ്തനാണ് എന്ന് പറയുവാൻ ആർക്കും അവകാശമില്ല. കാരണം ദൈവം തന്നിരിക്കുന്ന കൃപ ഒന്ന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നാം എല്ലാവരും നൽകപ്പെട്ടിരിക്കുന്ന ഈ ദാനങ്ങളുടെയൊക്കെ ഗൃഹവിചാരകന്മാരാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നാം സ്റ്റിവാർഡ്സാണ്, അല്ലെങ്കിൽ മാനേജേഴ്സാണ്. ഈ വരങ്ങളുടെയൊക്കെ മാനേജറാണ്. അതിനെ നിയന്ത്രിക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക, അതിൻ്റെ സൂക്ഷിപ്പുകാര മാത്രമാണ്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ കഴിവ്, പ്രാപ്തി, ജ്ഞാനം, വരങ്ങൾ, താലന്തുകൾ, ഇത് 2 നിലകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, അതിനെ ഒരു ഡിസ്പെൻസേറ്ററായിട്ട് അഥവാ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നാം അതിനെ ഉപയോഗിക്കുക, വിഭാഗിച്ചു കൊടുക്കുക. അതൊരു സ്റ്റിവാർഡായിട്ട് ഒരാൾ എടുക്കുമ്പോൾ അവൻ്റെ ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും വിഭാഗിച്ചു കൊടുക്കുക, വിളമ്പി കൊടുക്കുക, വാങ്ങിക്കൊടുക്കുക, വിതരണം ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുമ്പോൾ അത് ലാറ്റിൻ വാക്കാണ്. വിലീക്കസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന് ഓവർസിയർ എന്നാണ്. ഒരു മനുഷ്യൻ ഒരു യജമാനൻ്റെ സ്റ്റിവാർഡായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ യജമാനൻ്റെ സകല കാര്യങ്ങളും ഓവർസീ ചെയ്യുക, ബാഹ്യമായി അതിനെ വീക്ഷിക്കുക. അപ്പോൾ നമ്മെ ആലോചിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് യജമാനന് വേണ്ടി സകലവും നാം ചെയ്യുക. അതുമാത്രമല്ല, യജമാനൻ്റെ സകലവും കാത്ത് സൂക്ഷിക്കുക എന്നും അർത്ഥമുണ്ട്. ഈ മനുഷ്യൻ്റെ കയ്യിൽ യജമാനൻ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നപ്പോൾ അവനറിയാം, എൻ്റെ കൈവശം ഇരിക്കുന്ന ഒന്നും എൻ്റേതല്ല, ഇതെല്ലാം എൻ്റെ യജമാൻ്റേതാണ് എന്ന് നന്നായിട്ടറിയാം. അവനതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ മാത്രമാണ്, എൻ്റെ സൂപ്പർവൈസർ മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിയ ദൈവജനമേ, നാം എല്ലാവരും ഒരു സൂപ്പർവൈസറും ഡിസ്ട്രിബ്യൂട്ടറും മാത്രമാണ്. ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്, വരം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഓവർസീ ചെയ്യുക, അത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി 11-ാം വാക്യത്തിൽ നാം കടന്നു വരുമ്പോൾ, ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിനും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത് എന്ന് പറയുകയാണ്. ഇപ്പോൾ പത്രോസ് ഇവിടെ ആത്മീയ വരങ്ങളെ 2 കാറ്റഗറിയായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന്, സ്പീക്കിംഗ് ഗിഫ്റ്റ്, പ്രസംഗിക്കുവാനുള്ള വരം. അതാണ് ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ അവനെന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു. ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ പ്രസ്താവിക്കും. സ്വന്തമായിട്ട് ഒന്നും പറയാനില്ല, മറിച്ച് എന്താ പറയാനുള്ളത്? ദൈവം കൊടുക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവൻ പ്രസംഗിക്കുന്നു.
ഇപ്പോൾ പ്രസംഗിക്കുന്ന വ്യക്തിയായാലും പഠിപ്പിക്കുന്ന വ്യക്തിയായാലും അവർ ഓർക്കേണ്ടത് അവർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തിയിരിക്കുന്ന അരുളപ്പാടുകളെ, മർമ്മങ്ങളെ പഠിപ്പിക്കുന്നു, മർമ്മങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് മാത്രമാണ്. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ഒരു ഉത്തരവാദിത്വം അത് വരങ്ങളെ തിരിച്ചിരിക്കുന്ന ഒന്നാമത്തെ കാറ്റഗറി സ്പീക്കിംഗ് ഗിഫ്റ്റ്, പ്രസംഗിക്കുവാനുള്ള വരം. അവൻ പ്രസംഗിക്കുമ്പോൾ തൻ്റേതായിട്ട് ഒന്നുമല്ല പ്രസംഗിക്കുന്നത്, മറിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന അവൻ്റെ അരുളപ്പാട്. രണ്ടാമത്തേത് പറയുമ്പോൾ ശുശ്രൂഷയ്ക്കുള്ളായിരിക്കുന്ന വരം, സെർവിങ് ഗിഫ്റ്റ്, ശുശ്രൂഷിക്കുക. അത് സഭാഭരണം, പ്രാർത്ഥന, കരുണ, സഹായം, സഭയുടെ കെട്ടുറപ്പ്, ഇതിനെല്ലാമായി നൽകിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് രണ്ടാമത്തേന്ന് പറയുന്നത്. അത് സെർവ് ചെയ്യാനുള്ള ശുശ്രൂഷയ്ക്കുള്ളായിരിക്കുന്ന വരം. ഈ രണ്ട് ഗ്രൂപ്പുകളും ഒരു സഭയെ പ്രവർത്തിക്കേണ്ടത് പ്രസംഗിക്കുന്നവരായാലും പഠിപ്പിക്കുന്നവരായാലും മറ്റ് ശുശ്രൂഷ ചെയ്യുന്നവരായാലും അവരെല്ലാവരും ദൈവകൃപയിൽ ആശ്രയിച്ച് വേണം ഇത് ചെയ്യുവാനായിട്ട്. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ അത് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ഒരു കാരണവശാലും പ്രശംസിപ്പാനായിട്ട് അവകാശം ഇല്ല. കാരണം ദൈവം ആ ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം അവരെ ഉപയോഗിക്കുന്നു, ദൈവം അവർക്ക് കഴിവ് കൊടുക്കുന്നു, ദൈവം അവർക്ക് കൃപ കൊടുക്കുന്നു, ദൈവം അവർക്ക് ശക്തി കൊടുക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് അവർ ശുശ്രൂഷകൾ ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ലാതെ അവർക്ക് സ്വന്തമായിട്ടൊന്നും പറയുവാനായിട്ട് ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കാം, വിധമായിരിക്കുന്ന പ്രാപ്തി ഉണ്ടായിരിക്കാം. എന്നാൽ ഏത് വ്യക്തി ഏത് ശുശ്രൂഷ ചെയ്താലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു, ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്താലും, നാം ഏത് ശുശ്രൂഷ ചെയ്താലും ക്രെഡിറ്റ് ആർക്കാണ് പോകേണ്ടത്? അത് ദൈവത്തിനാണ് ക്രെഡിറ്റ്. എൻ്റെ കഴിവിലോ എൻ്റെ പ്രാപ്തിയിലോ ഒന്നും പ്രശംസിപ്പാൻ നമുക്ക് അവകാശമില്ല. ക്രെഡിറ്റ് എല്ലാം ദൈവത്തിനുള്ളതാണ്. ഇവിടെ പറയുമ്പോൾ പിതാവാം ദൈവം തൻ്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിന് നമ്മെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. നാം ഏത് ശുശ്രൂഷ ചെയ്താലും നിഗളിക്കാതെ, അത് പിറുപിറുക്കാതെ, താഴ്മയോടുകൂടി, ഭവ്യതയോടുകൂടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷയാണിത് കണ്ടുകൊണ്ട് ആ ഗൗരവത്തോടുകൂടി നാം അത് ചെയ്യുന്നുവെങ്കിൽ അതാണ് ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇതിനെല്ലാം തുക എന്ന് പറയുമ്പോൾ പിതാവായ യേശുക്രിസ്തു നാമത്തെ ഉയർത്തുക എന്നുള്ള പിതാവായ ദൈവം പുത്രനിൽ കൂടി മഹത്വപ്പെടേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്താലും എന്തെല്ലാം കാര്യങ്ങൾ ഏർപ്പെട്ടാലും അതെല്ലാം ദൈവത്തിന് മഹത്വമായിരിക്കട്ടെ. ക്രെഡിറ്റ് എല്ലാം ദൈവത്തിന് പോകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ക്രെഡിറ്റ് ഒരിക്കലും നമുക്ക് എടുക്കാൻ അവകാശമില്ല. മഹത്വവും മാനവും സ്തുതിയും എല്ലാം അത് കർത്താവിനുള്ളതാണ്. അങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, അവൻ്റെ വിലയെ വർദ്ധിച്ചു വരാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.